പ്രിയപ്പെട്ട സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. ബേസിക് അക്കൗണ്ടിങ്ങിലെ ആദ്യത്തെ സെഷനിലേക്കാണ്, ഫസ്റ്റ് ക്ലാസ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇതിൽ പല ആളുകളും ഇതിന് മുന്നേ അക്കൗണ്ടൻസി പഠിച്ചവരും അക്കൗണ്ടൻസി പഠിക്കാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ അക്കൗണ്ടൻസി ഒരു ബേസായി തുടങ്ങുന്ന ആളുകൾക്ക് കൂടി മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ ക്ലാസ് എടുക്കുക. അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിയേക്കാം, എങ്കിലും അത് സദയം എന്ത് ചെയ്യാം, ക്ഷമിക്കുക, നല്ലവണ്ണം ക്ലാസ് കേൾക്കുക. അക്കൗണ്ടിങ് എന്നതിൻ്റെ മീനിങ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതൊരു കലയാണ്, ഒരു ആർട്ടാണ്. ഇത് ചെയ്തവർക്കറിയാം അല്ലേ, പല കോളങ്ങളും പല രീതിയിലുള്ള ഒരു പ്രത്യേക ഒരു പ്രാസം ഒപ്പിച്ച ഒരു റെക്കോർഡിംഗ് ഒക്കെയാണത്. കാര്യങ്ങൾ അങ്ങനെയൊക്കെ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഒക്കെ ഒരു കലയാണ് ശരിക്കും അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. ഒരു ബിസിനസ് ഫേമിൻ്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ, ഫിനാൻഷ്യലായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകളെ റെക്കോർഡ് ചെയ്യുകയും ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ, അക്കൗണ്ടിങ്ങിൻ്റെ ബുക്സിൽ, അക്കൗണ്ട്സിൻ്റെ ബുക്സിൽ അത് റെക്കോർഡ് ചെയ്യുകയും അത് ക്ലാസിഫൈ ചെയ്യുകയും തരംതിരിക്കുകയും അതിനൊന്ന് സംഗ്രഹിക്കുക, ഒന്ന് ചുരുക്കി പറയലും എന്നിട്ട് അതിനെക്കുറിച്ച് ഒരു അപഗ്രഥനം പറയണം. അങ്ങനെ അപഗ്രഥനം ചെയ്ത അക്കൗണ്ടിങ്ങിൻ്റെ ഇൻഫർമേഷനെ ഇത് ആവശ്യമുള്ള ആളുകൾക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കലയാണ് ശരിക്കും അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അക്കൗണ്ടൻസിൻ്റെ റെക്കോർഡിങ്ങും ക്ലാസിഫയിങ്ങും സമ്മറൈസിങ്ങും ആണ്. അനലൈസിങ്ങും റിപ്പോർട്ടിങ്ങും ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. അപ്പം എന്താ, അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ഒരു കലയാണ്. എന്തിൻ്റെ കലയാണ്? ഒരു ബിസിനസ് ഫേമിൽ നടക്കുന്ന ഇടപാടുകൾ, സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകൾ, ആ ഇടപാടുകളെ ആദ്യമായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യപ്പെടും, എഴുതി വെക്കും. എന്നിട്ട് അതിനെ തരംതിരിക്കും, ക്ലാസിഫൈ ചെയ്യും. പല അക്കൗണ്ടുകളായിട്ട് അതിനെന്ത് ചെയ്യും, ക്ലാസിഫൈ ചെയ്യും. ക്ലാസിഫൈ ചെയ്തതിന് ശേഷം അതിനെ ഒന്ന് ചുരുക്കി പറയും, സമ്മറൈസിങ് ചെയ്യും, ചുരുക്കി പറയും. എന്നിട്ട് അതിനെക്കുറിച്ച് ഒരു അപഗ്രഥനം, അനലൈസിസ് നടത്തും. എന്നിട്ട് ഇത് ആവശ്യമുള്ള, ഈ ഇൻഫർമേഷൻ ആവശ്യമുള്ള ബിസിനസിൻ്റെ ഇൻട്രസ്റ്റിംഗ് പാർട്ടീസ് ഉണ്ട്, ആ പാർട്ടീസിന് അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അതിൻ്റെ രീതിയിൽ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ചെയ്യുന്നതിനെയാണ്, ആ ഒരു കലയാണ് ശരിക്കും അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ്, അനലൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അബൌട്ട് എ ഫേം. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഫേമിൻ്റെ, ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെങ്ങനെ റെക്കോർഡ് ചെയ്യാം, അതെങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, അതെങ്ങനെ സമ്മറൈസ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് പോവാം. ഫീച്ചേഴ്സ് ഇതിൻ്റെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൻ്റെ ഫീച്ചേഴ്സായി പറയുന്നത്. ഇറ്റ് ഈസ് എൻ ആർട്സ്, ഇതൊരു ആർട്ട്, ഒരു കലയാണ്. സാധാരണ നമ്മൾ ചിത്രം വരയ്ക്കണ പോലെ അല്ലെങ്കിൽ പാട്ട് പാടുന്ന പോലെയൊക്കെയുള്ള ഒരു കല തന്നെയാണ് ശരിക്കും ഈ ഒരു അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. അത് ആസ്വദിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടൻസിൻ്റെ ഒരു ആർട്ടിസ്റ്റായിട്ട് നിങ്ങൾക്ക് മാറാം. കാരണം അക്കൗണ്ടൻസി എന്ന് പറയുന്ന ഒരു ആർട്ടാണെന്ന് നമ്മൾ മുന്നോട്ട് പോകും തോറും നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇറ്റ്സ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിങ് ദ ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്സ്. ബുക്സിൽ റെക്കോർഡ് ചെയ്യുന്ന, ബുക്സ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടൻസിൻ്റെ ബുക്സിൽ ഇത് റെക്കോർഡ് ചെയ്യുന്ന ഒരു ആർട്ടാണ്, അത് എഴുതി വെക്കുന്ന ഒരു ആർട്ടാണ് ശരിക്കും അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫീച്ചർ പറയുന്നത് റെക്കോർഡിങ് ഓൺലി ട്രാൻസാക്ഷൻ ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ ഫിനാൻഷ്യൽ ക്യാരക്ടർ. ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള സ്വഭാവമുള്ള ട്രാൻസാക്ഷനെ മാത്രമേ ബിസിനസ്സിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒരു ട്രാൻസാക്ഷന് മോണിറ്ററി വാല്യൂ വേണം. മോണിറ്ററി വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ അത്തരം ട്രാൻസാക്ഷൻസ്, ബിസിനസ് തമ്മിൽ നടത്തുന്ന ഇടപാടുകളെ ബിസിനസ് എന്ത് ചെയ്യുള്ളൂ, റെക്കോർഡ് ചെയ്യപ്പെടാൻ പാടുള്ളൂ. ഇറ്റ് റെക്കോർഡ് ഓൺലി ട്രാൻസാക്ഷൻ ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ ഇൻ ഫിനാൻഷ്യൽ ക്യാരക്ടർ. ഓക്കെ, ഉദാഹരണത്തിന് സോൾഡ് ഗുഡ്സ്, ബിസിനസ്സിൽ നടക്കുന്ന ഒരു ഇടപാടാണ്. സാധനം വിറ്റു, സാധനം വിൽക്കുന്നത് ഫോർ ₹2000, 2000 രൂപക്ക് സാധനം വിറ്റു എന്ന് പറഞ്ഞാൽ ആ ഇടപാടിനൊരു മോണിറ്ററി വാല്യൂ ഉണ്ട്, എത്ര, 2000 രൂപ. അങ്ങനെ മോണിറ്ററി വാല്യൂ ഉള്ളത് മാത്രമേ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്യാരക്ടർ ഉള്ളത് മാത്രമേ ബിസിനസ്സിൽ ഒരു ട്രാൻസാക്ഷൻ ആയിട്ട് എഴുതി വെക്കുള്ളൂ. റെക്കോർഡ് ചെയ്യുന്നതും സമ്മറൈസ് ചെയ്യുന്നതും ക്ലാസിഫൈ ചെയ്യുന്നതും അനലൈസ് ചെയ്യുന്നതും റിപ്പോർട്ടിംഗ് ചെയ്യുന്നതും ഒക്കെ ആരെയാണ്? ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ മാത്രമാണ്.
ആ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ മാത്രമാണ് ബിസിനസ് റെക്കോർഡ് ചെയ്യപ്പെടാൻ പാടുള്ളൂ. ഫിനാൻഷ്യൽ നാച്ചർ ഇല്ല, മോണിറ്ററി വാല്യൂ ഇല്ലാത്ത ഒരു സംഗതിയെയും ഒരു ട്രാൻസാക്ഷനെയും ഒരു ഇടപാടിനെയും ബിസിനസ് സ്ഥാപനം എഴുതി വെക്കപ്പെടാൻ പാടില്ല. എന്താ ഇടപാട് എന്ന് പറഞ്ഞാൽ ബിസിനസ്സുമായിട്ടോ അല്ലെങ്കിൽ ബിസിനസ് പുറത്തുള്ള ആളുകളുമായിട്ടോ നടത്തുന്ന എന്ത് തരം ഇവന്റിനെയും ഒരു ഇടപാടിനെയും നമുക്ക് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കാം. ഒരു സാധനം ബിസിനസ് ഫേം വാങ്ങുന്നു, അതൊരു ഇടപാടാണ്. അതിന് നമുക്കൊരു മോണിറ്ററി വാല്യൂ പറയാം. ബോട്ട് മെഷീനറി ഫ്രം രാമൻ കമ്പനി, ഒരു ബിസിനസ് സ്ഥാപനം രാമൻ കമ്പനിയിൽ നിന്നും ഒരു മെഷീനറി വാങ്ങി ₹50,000, 50,000 രൂപ വിലയുള്ള സാധനം വാങ്ങി. അതിനൊരു മോണിറ്ററി വാല്യൂ ഉണ്ട്. കമ്പനി പെയ്ഡ് സാലറി ടു ഇറ്റ്സ് എംപ്ലോയീസ്, ഒരു ബിസിനസ് ഫേം അതിൻ്റെ എംപ്ലോയീസിന് സാലറി കൊടുത്തു ഫോർ ₹20,000, 20,000 രൂപയാണ് സാലറി കൊടുത്തത്. അങ്ങനെ മോണിറ്ററി വാല്യൂ കൊടുക്കാൻ പറ്റിയ ഏത് ബിസിനസ് സ്ഥാപനം നടത്തുന്ന ഏത് ഇടപാടിനെയും അക്കൗണ്ടൻസിയിൽ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യപ്പെടണം. ഒരു ഫിനാൻഷ്യൽ വാല്യൂ ഇല്ലാത്ത ട്രാൻസാക്ഷൻ, എന്തെങ്കിലും ഇടപാടുകൾ, എന്തെങ്കിലും ഒരു ഇവന്റ് ഒരു ഫേമിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ, അക്കൗണ്ടിങ്ങിൻ്റെ ബുക്സിൽ എന്ത് ചെയ്യാൻ പാടില്ല? എൻ്റർ ചെയ്യാൻ പാടില്ല. ഉദാഹരണത്തിന് ഒരു എംപ്ലോയിയെ ഒരു ഓർഗനൈസേഷൻ അപ്പോയിന്റ് ചെയ്യുന്നു. ആ അപ്പോയിന്റ് ചെയ്യുന്ന പ്രോസസ്സിൽ അതൊരു ഇടപാടാണ്. ബിസിനസ്സും ആ എംപ്ലോയിയും തമ്മിൽ, ആ വ്യക്തിയും തമ്മിൽ നടന്ന ഒരു ഇടപാടാണ്. ആ വ്യക്തിനെ ആ ഓർഗനൈസേഷൻ ഹയർ ചെയ്യുന്നു അല്ലെങ്കിൽ ജോലിക്കെടുക്കുന്നു. അവർ തമ്മിൽ നടന്നൊരു ഇടപാടാണ്. പക്ഷെ ആ ഇടപാടിന് മോണിറ്ററി വാല്യൂ നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അത്തരം ഇടപാടുകളെ ശരിക്കും എന്ത് ചെയ്യാൻ പാടില്ല? റെക്കോർഡ് ചെയ്യപ്പെടാൻ പാടില്ല. ഓക്കെ, മോണിറ്ററി വാല്യൂ ഉള്ള ട്രാൻസാക്ഷനെ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. ഇറ്റ് ക്ലാസിഫൈ, അടുത്ത ഫീച്ചർ, ഇറ്റ് ക്ലാസിഫൈ ദ റെക്കോർഡഡ് ട്രാൻസാക്ഷൻ ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. ഓക്കെ, റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷന് അക്കൗണ്ടൻസി എന്ത് ചെയ്യുന്നുണ്ട്? സിസ്റ്റമാറ്റിക് ആയിട്ടൊരു വഴിയിലൂടെ അതിനെ ക്ലാസിഫൈ, തരം തിരിക്കുന്നുണ്ട്. തരം തിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുക ജേണലിലാണ്. ഇതൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ജേണലിലാണ്. ജേണലിലുള്ളത് നമ്മൾ വ്യത്യസ്ത ലെഡ്ജറിലേക്ക് ക്ലാസിഫൈ ചെയ്യും. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത അക്കൗണ്ടിലേക്ക് ഇങ്ങനെ മാറ്റി മാറ്റി എഴുതും. അതിനാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, ഇറ്റ് സമ്മറൈസ് ദ ക്ലാസിഫൈഡ് ഡാറ്റ. അങ്ങനെ ക്ലാസിഫൈ ചെയ്ത ഡാറ്റനെ, തരംതിരിച്ച ഡാറ്റനെ നമ്മളൊന്ന് സംഗ്രഹിച്ച് ചുരുക്കി പറയും. അതിനെയാണ് ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നൊക്കെ പറയാം. പഠിച്ച ആളുകൾക്ക് മനസ്സിലാവും. ജേണലിൽ എഴുതുന്നതിനെ റെക്കോർഡ് ചെയ്യാന്ന് പറയും. ജേണലിൽ നിന്ന് അത് ലെഡ്ജർക്ക് എടുത്ത് എഴുതുമ്പോൾ അതിനെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ട്രയൽ ബാലൻസിലൊക്കെ എടുത്ത് എഴുതുമ്പോൾ അതിനെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. എന്നിട്ട് അതിനൊന്നായിട്ട് സംഗ്രഹിച്ച് പറയുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. then it analyze the summarized data. അങ്ങനെ സമ്മറൈസ് ചെയ്ത ഡാറ്റ അത് അനലൈസ് ചെയ്യുന്നു. അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് റേഷ്യോസ് ആണ്. BCA പഠിച്ചിട്ടുണ്ടാവും, വ്യത്യസ്ത റേഷ്യോസ് പഠിച്ചിട്ടുണ്ടാവും. അത് അനലൈസ് ചെയ്യണം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന് അനലൈസ് ചെയ്യണം. അങ്ങനെ സമ്മറൈസ് ചെയ്ത ഡാറ്റയെ അത് അനലൈസ് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് ആ അനലൈസ് ചെയ്ത ഡാറ്റനെ അതിൻ്റെ ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് റിപ്പോർട്ട് ദ ഇൻഫർമേഷൻ ടു ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. ഈ അക്കൗണ്ടൻസിൻ്റെ ഇൻഫർമേഷൻ പിന്നെ കൊടുക്കേണ്ട കുറച്ച് ആളുകളുണ്ട്, അത് ആവശ്യപ്പെടുന്ന കുറച്ച് ആളുകളുണ്ട്. അതിൻ്റെ ഫേമിൻ്റെ ഓണേഴ്സ്, അതിൻ്റെ മാനേജ്മെൻറ്റ്, അതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സ്, ആരൊക്കെയാണോ ഈ ഫേമിന് കടം കൊടുത്തിട്ടുള്ളത് അവർക്ക് തിരിച്ചു കിട്ടുമെന്ന് അറിയണം. അവർക്കൊക്കെ അക്കൗണ്ടൻസിൻ്റെ ഇൻഫർമേഷൻ ആവശ്യമുണ്ടാവും. ഈ ആവശ്യമുള്ള ആളുകൾക്ക് അതെന്ത് ചെയ്യുക? റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. റിപ്പോർട്ട് ചെയ്യാനുള്ളതാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇതൊന്നും നിങ്ങൾക്ക് പഠിക്കാനുള്ളതല്ല കേട്ടോ. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എങ്ങനെ ഒരു ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യാം, എങ്ങനെ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ ക്ലാസിഫൈ ചെയ്യാം, എങ്ങനെ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ സമ്മറൈസ് ചെയ്യാം. ഈ 3 സ്റ്റെപ്പാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സാണ് പറഞ്ഞത്? ഒരു അക്കൗണ്ടൻസി എന്ന് പറയുന്ന ഒരു കലയാണ്. ഈ കലയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യുന്നു. ഏത് ട്രാൻസാക്ഷൻ മാത്രമേ ബിസിനസ്സിൽ അക്കൗണ്ടൻസി പ്രകാരം റെക്കോർഡ് ചെയ്യപ്പെടാൻ പാടുള്ളൂ? അതിനൊരു ഫിനാൻഷ്യൽ ക്യാരക്ടറോ അല്ലെങ്കിൽ ഒരു മോണിറ്ററി വാല്യൂ വേണം. അങ്ങനെ റെക്കോർഡ് ചെയ്ത ഡാറ്റനെ ഒരു സിസ്റ്റമാറ്റിക് മാനറിലൂടെ അക്കൗണ്ടൻസി എന്ത് ചെയ്യും? വ്യത്യസ്ത ലെഡ്ജറുകളായി, വ്യത്യസ്ത അക്കൗണ്ടുകളായിട്ട് എന്ത് ചെയ്യും? വർഗീകരിച്ചു വെക്കും. മൂന്നാമത് പറഞ്ഞത്, ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത ഡാറ്റനെ അവർ സമ്മറൈസ് ചെയ്യാൻ സഹായിക്കും അക്കൗണ്ടൻസി. അങ്ങനെ സമ്മറൈസ് ചെയ്ത ഡാറ്റിനെ അപഗ്രഥനം നടത്താൻ, അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ അനലൈസ് ചെയ്ത ഡാറ്റിനെ അത് അക്കൗണ്ടൻസിൻ്റെ ഇൻഫർമേഷൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പാർട്ടീസ് ഉണ്ടാവും, അവർക്ക് അതിൻ്റേതായ വഴിയിലൂടെ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഇത്രയും പ്രോസസ്സ് ചേർന്നാണ് ശരിക്കും അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടു, ബിസിനസ് ട്രാൻസാക്ഷനെയാണ് റെക്കോർഡ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും സമ്മറൈസ് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും റിപ്പോർട്ടൊക്കെ ചെയ്യുന്നത് ഒരു ബിസിനസ് ട്രാൻസാക്ഷനെയാണ്. അപ്പോൾ എന്താണ് ബിസിനസ് ട്രാൻസാക്ഷൻ? അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് ഞാനിവിടെ തന്നിട്ടുള്ളത്.
ഓക്കെ. ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്തുമാവാം, ബിസിനസ്സും അതിൻ്റെ ഔട്ട്സൈഡേഴ്സോ, ബിസിനസ്സുമായിട്ടോ അല്ലെങ്കിൽ ബിസിനസ് ഔട്ട്സൈഡേഴ്സുമായിട്ടോ നടത്തുന്ന ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള മോണിറ്ററി വാല്യൂ ഉള്ള എന്ത് ഇവന്റിനെയും, എന്ത് പ്രവൃത്തിയെയും, എന്ത് ആക്ടിവിറ്റിനെയും നമുക്ക് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കാം. അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഓൺലി ബിസിനസ് ട്രാൻസാക്ഷൻ. അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യപ്പെടേണ്ടത് ശരിക്കും ബിസിനസിന്റെ ട്രാൻസാക്ഷനെ മാത്രമാണ്. ശരിക്കും പറയുന്നുണ്ട് ബിസിനസിന്റെ ലാംഗ്വേജ് ആണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നുണ്ട്. പലപ്പോഴും ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട്, ബിസിനസിന്റെ ലാംഗ്വേജ് ആരാണ്? ബിസിനസിന്റെ ലാംഗ്വേജ് ശരിക്കും അക്കൗണ്ടൻസി ആണ്, അക്കൗണ്ടിങ് ആണ്. ഓക്കെ, അക്കൗണ്ടിങ് റെക്കോർഡ് ഓൺലി ബിസിനസ് ട്രാൻസാക്ഷൻ. Transaction is an event or activity which involves transfer of money and money's worth between the business and outsiders. ഉണ്ടോ? എന്താ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്? ഇസ് ആൻ ഇവന്റ്, ഒരു പ്രവൃത്തിയാണ്, ഒരു സംഭവമാണ്, ഓർ ആക്ടിവിറ്റി, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയാണ്. ആ ആക്ടിവിറ്റിയിൽ എന്ത് ഇൻവോൾവഡ് ആവണം? പണവുമായി മൂല്യമുള്ള വേറെ എന്തെങ്കിലും, മണി ഓർ മണീസ് വർത്ത്, പണവുമായി മൂല്യമുള്ള എന്തെങ്കിലും, ബിസിനസ് തമ്മിലോ അല്ലെങ്കിൽ ബിസിനസ്സും ഔട്ട്സൈഡും തമ്മിലോ എന്തെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കൈമാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത്തരം പ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ബിസിനസ് തമ്മിലോ ബിസിനസ് പുറത്തുള്ള ആളുകളുമായിട്ടോ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഉണ്ടാവും. ആ ആക്ടിവിറ്റിയിൽ എന്തും കൂടി വേണം? ഒരു ഫിനാൻഷ്യൽ ക്യാരക്ടർ വേണം, അഥവാ ഒരു മണി അടങ്ങിയിരിക്കണം, ഒരു പണത്തിന്റെ മൂല്യം അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവണം. അതുകൊണ്ടാണ് മാത്തമാറ്റിക്കലി ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കൂടിയതാണ്? ആക്ടിവിറ്റി പ്ലസ് മണി. ആക്ടിവിറ്റി, ഒരു പ്രവർത്തനം ഉണ്ട്, ആ പ്രവർത്തനത്തിനോട് കൂടി ഒരു പണം കൂടി വേണം. അതിന് കുറച്ച് എക്സാമ്പിൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. സോൾഡ് ഗുഡ്സ് ഫോർ റുപ്പീസ്. ഒരു ബിസിനസ് സാധനം വിറ്റു. സോൾഡ് ഗുഡ്സ് പറഞ്ഞാൽ ചരക്ക് വിറ്റു. എത്ര രൂപക്ക് വിറ്റു? 2000 രൂപക്ക്. ടു മോഹൻ എന്ന് പറയുന്ന ആൾക്ക് 2000 രൂപ വിലയുള്ള സാധനം വിറ്റു. കണ്ടോ, ഒരു ട്രാൻസാക്ഷൻ ആണ്, ഒരു ഇടപാടാണ്, ഒരു ആക്ടിവിറ്റി ബിസിനസ്സിൽ നടന്നു. മോഹന് സാധനം വിറ്റു എന്നൊരു ആക്ടിവിറ്റി നടന്നു. ആ ആക്ടിവിറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ട് എന്തുണ്ട്? 2000 രൂപ എന്ന് പറയുന്ന ഒരു മോണിറ്ററി വാല്യൂ ഉണ്ട്. ബോട്ട് മെഷീനറി ഫ്രം രാം ട്രേഡേഴ്സ്. രാം ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഒരു ഫേമിൽ നിന്നും കമ്പനി, നമ്മളെ ഫേം എന്ത് ചെയ്തിട്ടുണ്ട്? മെഷീനറി വാങ്ങി എന്ന് പറഞ്ഞാലും നമ്മൾ ഒരു ഇടപാടാണ്. ₹5000. എത്ര രൂപന്റെ സാധനം വാങ്ങിയത്? 5000 രൂപയുടെ. സോൾഡ് ഗുഡ്സ് ടു രാജൻ ഫോർ ക്രെഡിറ്റ്. അവിടെ പണമില്ല, പണത്തിന്റെ മൂല്യമുള്ള സംഗതിയെ നടന്ന്. സോൾഡ് ഗുഡ്സ് ടു രാജൻ ഫോർ ക്രെഡിറ്റ്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കടത്തിന്. ഫോർ ക്രെഡിറ്റ് എന്ന വാക്ക് ഉപയോഗിച്ച കടത്തിന്. സാധനം വിറ്റു. ആർക്ക് വിറ്റു? രാജന് വിറ്റു. എത്ര രൂപ? കടത്തിന്. 6500 രൂപന്റെ സാധനങ്ങൾ കടത്തിനാണ് വിറ്റത്. അവിടെയും ഒരു മോണിറ്ററി വാല്യൂ ഉണ്ട്. എത്ര രൂപ മോണിറ്ററി? 6500 രൂപ എന്ന് പറയുന്ന ഒരു മോണിറ്ററി വാല്യൂ അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ കടത്തിനായാലും അതൊരു ട്രാൻസാക്ഷൻ ആണ്, അത് റെക്കോർഡ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ പ്രൊവൈഡ് ഡിപ്രീസിയേഷൻ, തേയ്മാനം. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ തേയ്മാനം. തേയ്മാനം കൊടുക്കുക എന്ന് പറയുന്നത് അസറ്റുകളെ മേൽ. അപ്പോൾ ഉദാഹരണത്തിന് ഒരു കമ്പനി, ഒരു ഫേം ഒരു മെഷീനറി വാങ്ങി. ആ മെഷീനറിക്ക് ഒരു യൂസ്ഫുൾ ലൈഫ് കമ്പനി പറഞ്ഞു 10 വർഷം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 10 വർഷം കഴിഞ്ഞാൽ ഈ മെഷീനറി റീപ്ലേസ് ചെയ്ത് പുതിയ മെഷീനറി വെക്കണം എന്നൊക്കെ കമ്പനി പറയും. അപ്പോൾ ഇതിനുള്ള പണം എങ്ങനെ കണ്ടെത്തും? ആ കണ്ടെത്താൻ വേണ്ടിയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു നീക്കിയിരിപ്പ് വെക്കും. ഡിപ്രീസിയേഷൻ അത് 10 വർഷം കഴിഞ്ഞാൽ, ആ 10 വർഷം കഴിഞ്ഞോടുകൂടി ആ മെഷീനറിന്റെ വാല്യൂ ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്ന രീതിയിൽ തേയ്മാനം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു തുക ഇങ്ങനെ മാറ്റി വെക്കും. ഓക്കെ, അതിനാണ് മണീസ് വർത്ത് എന്ന് പറയാം. പണം നേരിട്ട് മാറ്റിവെക്കൽ, അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ മാറ്റി വെക്കുക. ഡിപ്രീസിയേഷൻ 800 രൂപ എന്നതിൻ്റെ മേലിൽ കൊടുക്കുക, മെഷീനറിൻ്റെ മേലിൽ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വളരെ വിശദമായിട്ട് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ അത് പഠിക്കും. ഓക്കെ, അതുകൊണ്ട് ട്രാൻസാക്ഷനെ 3 തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ക്യാഷ് ട്രാൻസാക്ഷൻ, മറ്റൊന്ന് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ, 3 നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ. ഒന്ന് ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എനി ബിസിനസ് ട്രാൻസാക്ഷൻ വിച്ച് ഇൻവോൾവ്സ് ഇമ്മീഡിയറ്റ് റെസിപ്റ്റ് ഓർ പേയ്മെന്റ് ഓഫ് ദി ക്യാഷ്. ഏതെങ്കിലും ഒരു ബിസിനസ് ട്രാൻസാക്ഷനിൽ, ബിസിനസിന്റെ ഏതെങ്കിലും ഒരു ഇടപാടിൽ പെട്ടെന്ന് തന്നെ ക്യാഷ് റെസീപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? സ്വീകരിക്കുകയോ പേയ്മെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൊടുക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ട്രാൻസാക്ഷനെയാണ് നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കുക. എന്താ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ? ഏതെങ്കിലും ബിസിനസ് ട്രാൻസാക്ഷനിൽ അപ്പം തന്നെ പണം കൊടുക്കുകയോ, അല്ലെങ്കിൽ അപ്പം തന്നെ ബിസിനസ് പണം കൊടുക്കുകയോ, അല്ലെങ്കിൽ അപ്പം തന്നെ ബിസിനസ് പണം സ്വീകരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ട്രാൻസാക്ഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്യാഷ് ട്രാൻസാക്ഷൻ. ദെൻ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ കടത്തിന് വിൽക്കുക. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ കടത്തിന്. എന്താ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ? ദർ ഈസ് നോ ഇമ്മീഡിയറ്റ് പേയ്മെന്റ് ഓഫ്
റെസിപ്റ്റ് ഓർ ക്യാഷ്. ഓക്കെ, അതായത് അപ്പം എന്താ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ ക്യാഷ് കിട്ടുന്നതോ ആയ സമയം അപ്പം തന്നെ ഉണ്ടാവില്ല, ഭാവിയിൽ ഏതെങ്കിലും ഒരു ഡേറ്റിലായിരിക്കും കിട്ടുക. അങ്ങനെ ക്രെഡിറ്റ് ആണ്. ദർ ഈസ് നോ ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് ഓർ റെസിപ്റ്റ് ഓഫ് ക്യാഷ്. പെട്ടെന്നുള്ള ക്യാഷ് കൊടുക്കുകയോ അല്ലെങ്കിൽ ക്യാഷ് സ്വീകരിക്കലോ അതിലുണ്ടാവില്ല. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ കടത്തിനാണ്. കടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, അപ്പം തന്നെ പണം കൊടുക്കില്ല, കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ബിസിനസ്സിനെ സംബന്ധിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് പണം കിട്ടുകയോ ചെയ്യുന്ന ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അതിന് ആണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ പഠിച്ചു സോൾഡ് ഗുഡ്സ് ടു രാജൻ ഫോർ ക്രെഡിറ്റ്. സാധനം രാജന് കൊടുത്തു, എന്തിനു കൊടുത്തു? ക്രെഡിറ്റിന് കൊടുത്തു. അതൊരു എന്ത് ട്രാൻസാക്ഷനാണ്? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. ഇനി നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ. നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ക്യാഷോ അല്ലെങ്കിൽ റെസിപ്റ്റോ, ക്യാഷിന്റെ പേയ്മെന്റോ ക്യാഷിന്റെ റെസിപ്റ്റോ ഉണ്ടാവില്ല. ദിസ് ട്രാൻസാക്ഷൻ ഡസന്റ് ഇൻവോൾവ്സ് എനി റെസിപ്റ്റ് ഓർ പേയ്മെന്റ് ഓഫ് ക്യാഷ്. ക്യാഷ് പേയ്മെന്റ് ചെയ്യുകയോ കൊടുക്കുകയോ അല്ലെങ്കിൽ ക്യാഷ് റെസിപ്റ്റ് ചെയ്യുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നതായിട്ടുള്ള യാതൊന്നും തന്നെ ആ ട്രാൻസാക്ഷനിൽ ഉണ്ടാവില്ല. പക്ഷെ ഒരു മോണിറ്ററി വാല്യൂ അതിൻ്റെ ഉള്ളിലുണ്ടാവും. മണി വാല്യൂ, മോണിറ്ററി വാല്യൂ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്യാരക്ടർ ഉള്ളതായിരിക്കും ആ ട്രാൻസാക്ഷൻ. ബട്ട് അതിൽ എന്തുണ്ടാവില്ല? ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്റ്റോ അല്ലെങ്കിൽ പേയ്മെന്റോ ക്യാഷിന്റെ ഒരു കൊടുക്കലോ അല്ലെങ്കിൽ ക്യാഷിന്റെ വാങ്ങലോ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല. പക്ഷെ ആ ട്രാൻസാക്ഷനിൽ എന്തുണ്ടാവണം? മോണിറ്ററി വാല്യൂ ഉണ്ടാവും. ക്യാഷ് കൊടുക്കുകയോ വാങ്ങലോ ഉണ്ടാവില്ല എന്നുള്ളൂ, പക്ഷെ അതിൽ എന്തുണ്ടാവും? ഒരു മോണിറ്ററി വാല്യൂ ഉണ്ടാവും. അതിന് ഉദാഹരണമാണ് പറഞ്ഞത് എന്ത്? ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുക, തേയ്മാനം. അതായത് മെഷീനറിക്ക് ഒരു യൂസ്ഫുൾ ലൈഫ് ഉണ്ടാവും. ആ യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞാൽ മെഷീനറി ആ ഫേം റീപ്ലേസ് ചെയ്യേണ്ടി വരും. റീപ്ലേസ് ചെയ്യണമെങ്കിൽ അതിന് ഫണ്ട് കണ്ടെത്തണം. ആ ഫണ്ട് കണ്ടെത്താൻ വേണ്ടി നിശ്ചിത തുക ഇങ്ങനെ മാറ്റി വെച്ച് പോകും. അതിൽ ബിസിനസിന്റെ ഫേം ക്യാഷ് കൊടുക്കുകയോ ക്യാഷ് സ്വീകരിക്കുകയോ ആ ട്രാൻസാക്ഷനിലൂടെ ചെയ്യില്ല. ഒരു നിശ്ചിത തുക ഇങ്ങനെ നീക്കി വെക്കുക മാത്രമാണ് ചെയ്യുക. അതൊരു കൺസെപ്റ്റാണ് ഡിപ്രീസ്. അതിൽ മോണിറ്ററി വാല്യൂ ഉണ്ടാവും. അതുപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. ആരെങ്കിലും കടക്കാർ കടം വാങ്ങിപ്പോയി, അതാണ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കടം. കടക്കാർ സാധനം കടം വാങ്ങിയിട്ട് പോയി, ഏതെങ്കിലും ആളുകൾ സാധനം കടത്തിന് വാങ്ങിയിട്ട് ക്രെഡിറ്റിന് വാങ്ങിയിട്ട് പോയി, ആ പണം തിരിച്ചു കിട്ടുമോ എന്ന് പേടിച്ചിട്ട്, ഇനി ഭാവിയിൽ അത് തിരിച്ച് കിട്ടില്ല, കിട്ടാക്കടം ആവാൻ സാധ്യതയുണ്ട്. ആ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കിട്ടാക്കടം ആവാൻ സാധ്യതയുണ്ട് എന്ന് കരുതി ഇപ്പം ഉണ്ടാകുന്ന വരുമാനത്തിൽ നിന്നും ഒരു കുറച്ച് തുക ഇങ്ങനെ മാറ്റി വെച്ച് പോകും. എന്തിനാ? ഇങ്ങനെ ഭാവിയിൽ ക്രെഡിറ്റിന് കൊണ്ടുപോയ ആരെങ്കിലും ഒരാൾ തരാൻ നിന്നുണ്ടെങ്കിൽ ആ നഷ്ടം നികത്താൻ വേണ്ടി. അവിടെയും ഫേം എന്ത് ചെയ്യുന്നില്ല? ഒരു ക്യാഷ് ഫേം സ്വീകരിക്കുകയോ ക്യാഷ് ഫേം കൊടുക്കുകയോ ചെയ്യുന്നില്ല. അവിടെ ക്യാഷ് ഇൻവോൾവ്ഡ് അല്ല, പക്ഷെ അതിനൊരു മോണിറ്ററി വാല്യൂ ഉണ്ട്. അപ്പോൾ എന്താ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ? ബിസിനസ് നടത്തുന്ന ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി, ആ ആക്ടിവിറ്റിയിലൂടെ എന്തുണ്ട്? ബിസിനസ് ഒരു പണമോ പണത്തിന് മൂല്യമുള്ള വസ്തുവോ ബിസിനസ് തമ്മിലോ മറ്റുള്ളവർ തമ്മിൽ, ഔട്ട്സൈഡേഴ്സോ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ബിസിനസ് ട്രാൻസാക്ഷൻ. ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ ഈസ് ഈക്വൽ ടു എന്ത് വേണം? ആക്ടിവിറ്റി പ്ലസ് എ മോണിറ്ററി വാല്യൂ. ആക്ടിവിറ്റി വേണം, അതിനോട് കൂടെ ഒരു മോണിറ്ററി വാല്യൂ കൂടി ആവശ്യമുണ്ട്. ഇത് ഇത്രയാണ് ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നത്. വളരെ 2 സ്ലൈഡ് മാത്രമാണ് പഠിപ്പിച്ചത് ബിഗിനിങ് എന്നുള്ള നിലക്ക്. അപ്പോൾ ഈ 2 കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നോട്ട്ബുക്കിൽ ശരിയായ വണ്ണം എഴുതുക. ഇപ്പം തന്നെ നല്ലവണ്ണം അത് വർക്കൗട്ട് ചെയ്യുക. മാത്രമല്ല കുറച്ച് ഇതുപോലെയുള്ള ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ് എഴുതി ഉണ്ടാക്കുക. ഏതുപോലെയുള്ള മുകളിൽ പറഞ്ഞ ബിസിനസിന്റെ എക്സാമ്പിൾ പറഞ്ഞ കുറച്ച് ട്രാൻസാക്ഷൻ ഇല്ലേ, ഒരു 10 ട്രാൻസാക്ഷനെങ്കിലും നിങ്ങൾ എഴുതി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ നോട്ട് എനിക്കൊന്ന് ഞാൻ പറയുന്ന ആളുകളൊന്ന് സെൻഡ് ചെയ്ത് നൽകുക.